ഇടയത്താഴത്തിന് നിന്നിച്ച് നല്ല നാടൻ പൊതിച്ചോറ് കഴിച്ചു. ഇടയത്താഴത്തിന് പൊതിച്ചോറ് കഴിക്കാൻ മോനെ വിളിച്ചു. അവസാനം അവന്റെ പൊതിച്ചോറും ഞാൻ കഴിച്ചു. പൊതിച്ചോറിന്റെ കൂടെ നല്ല ബീഫ് അച്ചാർ, ശേഷം 2 ലിറ്റർ വെള്ളവും കുടിച്ചു. നോമ്പ് തുറക്കാനായിട്ട് നേരെ ഉമ്മിച്ചാസി 8 സമൂസയും 4 മുളക് ബജിയും 3 മുട്ട ബജിയും 3 ഏത്തക്കപ്പവും കഴിച്ചു. കൂടെ 2 ഗ്ലാസ് പാൽസറവത്തും കുടിച്ചു. പിന്നെ 2 ലിറ്റർ വെള്ളവും കുടിച്ചു. ശേഷം 3 സമാവർ ചായ കുടിച്ചു. അതിനുശേഷം പള്ളിയിൽ പോയിട്ട് വന്നിട്ട് 12 പാൽപ്പത്തിരിയും ബീഫ് കറിയും കഴിച്ചു. തൊട്ടപ്പുറത്തുള്ള ആള് പൊറോട്ടയും ബീഫ് കറിയും കഴിക്കുന്നത് കണ്ട് കൊതി തോന്നിയിട്ട് 8 പൊറോട്ടയും നല്ല ചൂട് ബീഫ് കറിയും കഴിച്ചു. ശേഷം 2 ചായ കുടിച്ചു. അതിനുശേഷം വയറൊന്ന് തണുപ്പിക്കാവുന്ന കരുതി കപ്പയും കഞ്ഞിയും പപ്പടവും മീനും സൈഡും ഇതെല്ലാം കൂടെ കഴിച്ചു. കഞ്ഞിയുടെ ടേസ്റ്റ് കാരണം ഒരു കഞ്ഞിയും കൂടെ വാങ്ങി ശേഷം ഒരു ഫ്രൂട്ട് സലാഡ് കുടിച്ചു. ഇടയത്താഴത്തിന് കഴിക്കാൻ വേണ്ടി പൊതിച്ചോറ് പിന്നെയും പാഴ്സൽ എടുത്തു. പിന്നീട് ഉറങ്ങാനായിട്ട് കിടന്നു. ഉറങ്ങിക്കിടന്നപ്പോഴാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചമാങ്ങയുടെ കാര്യം ഓർത്തത്. പിന്നെ ഒന്നും നോക്കിയില്ല. മുളകും ഉപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് കട്ട് ചെയ്ത് 3 കട്ട് ചെയ്തിട്ട് മതിയായില്ല, വീണ്ടും 2 കൂടെ കട്ട് ചെയ്ത് കഴിച്ചു. ശേഷം 2 ലിറ്റർ വെള്ളം കുടിച്ചു. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വയറ്റിൽ നിന്നും ഭയങ്കര വിശപ്പിന്റെ വിളി. അതിനുശേഷം ഫ്രിഡ്ജിലിരുന്ന കപ്സ എടുത്ത് ചൂടാക്കി അച്ചാറും തൈരും കൂട്ടി കഴിച്ചു. ശേഷം 2 ലിറ്റർ വെള്ളം കുടിച്ചു. കൊളസ്ട്രോൾ വരുമെന്നുള്ള പേടി കൊണ്ട് കപ്സയുടെ കൂടെ കിട്ടിയ ഇലകളെല്ലാം അകത്താക്കി. ശേഷം വീണ്ടും കുറച്ച് വെള്ളം കുടിച്ചു. അതിനുശേഷം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല പാളയത്തോടം പഴം 5 കഴിച്ചു. ശേഷം മധുരം കഴിക്കാൻ കൊതി തോന്നി 4 ലഡുവും 4 മൈസൂർ പാക്കും അകത്താക്കി. ശേഷം ഇടയത്താഴം കഴിക്കുന്നതിന് മുമ്പായി കുറച്ച് ഉറങ്ങാനായിട്ട് കിടന്നു.